എൻ്റെ ചെടികളുടെയൊക്കെ അവസ്ഥ എന്തായി എന്നറിയില്ല. പയറൊക്കെ ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ പയർ കുറച്ച് പിടിച്ചു വരുന്നുണ്ട്. ഇതൊന്നും ആയില്ല. ഈ വളരിപ്പയറും ഒന്നും ആയിട്ടില്ല. കണ്ടോ, ഇത് പൂവൊക്കെ പിടിച്ചിട്ട് ഇതിനൊരു കുഴപ്പമില്ല. ഈ പയറും ഇങ്ങനെ മേൽപോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. വള്ളിച്ചീര, നമ്മുടെ വള്ളിച്ചീര കണ്ടോ, താങ്ങൊക്കെ കൊടുക്കാതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ മലർന്നൊക്കെ കിടക്കാണ്. ഇതിന് താങ്ങൊന്നും കൊടുത്തില്ലായിരുന്നു. അപ്പോൾ പിന്നെ വള്ളി ചെടി പോകുന്നത് കണ്ടോ. എന്താ ചെയ്യുക. ഇതിലിച്ചിരി പച്ചച്ചീരയൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നു. തക്കാളീൻ്റേത് കുറച്ചൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. കുറച്ച് പൂവെല്ലാം കാണുന്നുണ്ട്. ഇവിടെയും വളരിപ്പയറൊന്ന് വന്നു. ഇവിടെ വളരിപ്പയർ ഞാൻ ഇതെന്താവോന്ന് വിചാരിച്ചു. നന്നായിട്ട് വന്നതായിരുന്നു. അപ്പോൾ 2 വളരിപ്പയറതാ വിത്തിന് വേണ്ടി ആയ പരുവത്തിലായി. വിത്തിന് വേണ്ടി എടുക്കുന്ന പരുവത്തിലും ആയിപ്പോയി. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. വിത്തിന് മാത്രമേ എടുക്കാൻ കൊള്ളൂ. അങ്ങനെ നമ്മുടെ കോവക്ക എന്തായി നോക്കട്ടെ. കോവക്ക കുറച്ച് പിടിച്ചു വന്നിട്ടുണ്ട്. കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട് കോവക്ക. ഉണ്ടാ ഇഷ്ടം പോലെ കോവക്ക ഇവിടെ ഇവിടെ ഉണ്ടാ. ഒന്നും പറയാം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നട്ടതാണേ. കണ്ടോ, വളമൊന്നും ഞാൻ ഇട്ടിട്ടൊന്നുമില്ല. 2 ദിവസം 3 ദിവസം എങ്ങാനും മഴ എങ്ങാനും പെയ്തു. ലൈനായിട്ട് കോവക്ക വന്നു. ഇതാ ഈ ചീര മാത്രമേ ഉള്ളൂ. എന്തോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ആഫ്രിക്കൻ ചീര എന്നൊക്കെയാണ് പറയുന്നത്. അത് കുറച്ച് ഇടയ്ക്ക് മഞ്ഞളിച്ചിട്ടും ഉണ്ട്, നന്നായി വന്നിട്ടും ഉണ്ട്. ഇനി നമ്മുടെ വഴുതിനിങ്ങ ചെടി എന്തായി നോക്കട്ടെ. വഴുതിനിങ്ങ ചെടി നിറയെ പൂവുകളൊക്കെ പിടിച്ചിട്ടുണ്ടേ. എന്താ ഇങ്ങനെ നല്ല പൂവുണ്ട്. ഒരു കായും കൂടി വന്നിട്ടുണ്ട്. ഇത് കണ്ട, ഒരു കായും കൂടി പിടിച്ചിട്ടുണ്ട്. അടിപൊളി. ഇതും ഇലയൊക്കെ മഞ്ഞളിച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി എല്ലാത്തിനെയും ഒന്ന് ശരിപ്പെടുത്തിയൊക്കെ എടുക്കണം. ഈ വഴുതിനിങ്ങയിൽ പൂ മാത്രമേ പിടിച്ചുള്ളൂ. കായ് പിടിക്കാൻ തുടങ്ങിയില്ല. അപ്പം അത് രണ്ടും നല്ല ഉഷാറായിട്ട് തന്നെയുണ്ട്. ഇടയ്ക്കൊക്കെ മഴ കിട്ടി. പിന്നെ ചെടികളുടെയൊക്കെ അവസ്ഥ പണ്ടേ ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. ഇനി ഇതൊക്കെ കുറച്ച് മാറ്റി നടണം. കുറച്ച് ചെടിയൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് മുല്ല എനിക്ക് ഇന്നലെ ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. ഞാൻ പോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അവർ എനിക്ക് മണ്ണ് നിറച്ച് അതിൽ മുല്ല ചെടിയും കൂടിയും വെച്ചിട്ട് എനിക്ക് കൊണ്ടു തന്നു. ഉള്ളിത്തണ്ടൊക്കെ എന്തായി എന്നറിയില്ല. ഉള്ളിത്തണ്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉള്ളിത്തണ്ട് എന്തായി നോക്കട്ടെ. ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. 3 ഉള്ളി. 1 ഉള്ളി വെച്ചപ്പോൾ 3 ഉള്ളി കിട്ടി. ഞാനിതൊന്നും അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു പോണ്ട തിരക്കിന്. ഇതിൽ 1 ഉള്ളി വെച്ചതാണ്. ചെറുതായിട്ട് 4 ഉള്ളി കിട്ടി. ഇതൊക്കെ എന്താണോ അവസ്ഥ എന്നറിയില്ല. നോക്കട്ടെ. ഇതല്ലേ ഇനി 1 ഉള്ളി വെച്ചപ്പോൾ 2 ഉള്ളി. കുഴപ്പമില്ല, 4 ഉള്ളി കിട്ടി. ഇതന്നെ വീണ്ടും വെച്ചാൽ നമുക്ക് 4 ഉള്ളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെത്രയുണ്ട് നോക്കട്ടെ. ഇതിൽ ഒരെണ്ണേ വന്നിട്ടുള്ളൂ. ഇതിൽ നോക്കട്ടെ. ഒരെണ്ണം വെച്ചപ്പോൾ 3 ഉള്ളി കിട്ടി. അത് കുഴപ്പമില്ല. ഇനി എല്ലാം മാറ്റിയെടുക്കണം. പിന്നെ ഇതൊക്കെ എല്ലാം അങ്ങ് വാടി കണ്ട. ഇത് വീണ്ടും വെച്ചാൽ വീണ്ടും ഇതേപോലെ ഈ തണ്ട് ഇങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് ഈ ഉള്ളി തന്നെ വീണ്ടും വെച്ചാൽ വീണ്ടും ഇതുപോലെ കിളുത്തിട്ട് വലിയ ഉള്ളിയായിട്ട് നമുക്ക് കിട്ടും. വലിയ ഉള്ളിയല്ല,
ചെറിയ ഉള്ളി തന്നെ വലിയ സൈസിൽ കിട്ടും. അങ്ങനെയൊക്കെയാണ്. ഇനി ഇവിടെ പിന്നെ പറയണ്ട, എല്ലാം ഉണങ്ങി, എല്ലാം പോയിരിക്കുകയാണ്. ഇനി ഇതൊക്കെ മാറ്റിയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് വിത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ മാറ്റി എല്ലാം സെറ്റാക്കി എടുക്കണം. ഇതൊക്കെ ഉണങ്ങി. കരിവേപ്പിലേൻ്റെ സൈഡിൽ നോക്കിയേ, കാട് പോലെ കിടക്കുന്നു, ഒന്നും പറയണ്ട. കുറേ ചീര വിത്തുകളുണ്ട്, അതിനി എല്ലാം എടുക്കണം. ഇത് കണ്ട കരിവേപ്പില തൈ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടൊക്കെ കുറേ ഞാൻ കുഞ്ഞി കരിവേപ്പില തൈയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നല്ല കരിവേപ്പില തൈ കുറച്ചൊക്കെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. മേളിൽ ഇങ്ങനെ പൂ വന്നിട്ട് കണ്ട, ഇഷ്ടം പോലെ പൂവാണ് വന്നിട്ടുള്ളത് കണ്ട. ഇനി ഇതെല്ലാം നമ്മൾ കളയണം, എന്താ പറയുക, കട്ട് ചെയ്ത് കളയണം. എല്ലാം ഇങ്ങനെ പൂവായിട്ട് വന്നു. ഈ മേൽപോട്ട് വളരണമെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്ത് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല പോലെ മേൽപോട്ട് വളരും. നമ്മുടെ പനിക്കൂർക്കയില ഉണങ്ങി വരണ്ട് കിടന്നായിരുന്നു. മഴ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിൽ ഇത് നല്ല ഉഷാറായി വന്നു. ഇത് വേറെ ഇതിലോട്ടേക്ക് മാറ്റി നടണം. ഇത് പണ്ടേ ഒരു കുഞ്ഞ് ബക്കറ്റിൽ നട്ടതാണ് ഞാൻ. സ്റ്റാർ വാഴ വീണ്ടും പച്ചയായി. ഞാൻ പറഞ്ഞില്ലേ അന്ന് ഉണങ്ങിയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ലേ മഴയോ തണുപ്പൊക്കെ വരുമ്പോൾ അത് വീണ്ടും നല്ല പച്ച പോലെ വരുന്നു കണ്ടോ. ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് ഫേസ് ക്രീമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ ഇനി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണം. പിന്നെ കുറേ പുല്ലുകളും ഉണ്ട് അതിൽ, ഉണ്ടോ, പുല്ലുകളും ഉണ്ട്. നിത്യവഴുതിന, വാളരിപ്പയർ, പുല്ലുകൾ, എന്തൊക്കെയോ ആണ് വന്നിട്ടുള്ളത്. വാളരിപ്പയറിനൊക്കെ എന്താ പറയുക, നമ്മൾ കമ്പൊന്നും കെട്ടിക്കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെയാണുള്ളത്, ഉണ്ടോ. പിന്നെ നമ്മുടെ കുരുമുളകിൻ്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാണ് കണ്ട. കുരുമുളകിൻ്റെ ഇലയൊക്കെ പോയി, എന്നിട്ട് ഇങ്ങനെ കറുത്തിട്ടും വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ അത് കളഞ്ഞിട്ട് ഇതിനൊക്കെ ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കാം. കുരുമുളക് കുറേ കിട്ടിയതായിരുന്നു. ഇനി ഇതിനെയൊക്കെ ശരിപ്പെടുത്തി എടുത്ത് നന്നാക്കി എടുക്കണം. മഴ വരുന്നതിന് മുന്നേ ആക്കിയെടുക്കണം. ഇനി ഈ കരിവേപ്പിലേൻ്റെ അവസ്ഥയും അത് തന്നെ. അതിനെ മറ്റേ കരിവേപ്പിലയിൽ ചെറിയ ടൈപ്പ് ചെറിയ പൂവായിരുന്നു. ഇതിൽ വലിയ പൂവായിട്ടാണ് വന്നിരിക്കുന്നത്. ഈശ്വര കണ്ട, എല്ലാം പൂവാണ് ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്. ഇതൊക്കെ നട്ടു വളർത്തിയാൽ നമ്മൾ എവിടെയെങ്കിലും പോയെങ്കിൽ തീർന്നു ചെടിയുടെയൊക്കെ അവസ്ഥ. ഇത് തന്നെ മഴ കിട്ടിയതുകൊണ്ട് കുറച്ചെങ്കിലും രക്ഷപ്പെട്ടു. വളരിപ്പയറൊക്കെ നശിക്കാതെ പോയി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെടിയുടെ അവസ്ഥ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ചെടിയുടെ അവസ്ഥ. കണ്ടില്ലേ, ഇതൊക്കെ ഇലയൊക്കെ വാടിത്തളർന്നിരിക്കുന്നത്. ഇതിൽ നോക്കിയാട്ടെ, ചെടീനേക്കാളും കൂടുതൽ വന്നിരിക്കുന്നത് പുല്ലുകളാണ്, ഒന്നും പറയണ്ട. അപ്പോൾ ഗൈസ്, എൻ്റെ ചെടികളുടെ അവസ്ഥ കണ്ടില്ലേ. ഇനി ഇതൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കി ഞാൻ എടുക്കും. എന്നിട്ട് പുതിയ വീഡിയോയുമായി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടെറസിൽ കുറച്ച് നമ്മൾ വേറെ പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാം ഒന്ന് മാറ്റി ഒന്ന് റീപോട്ടിങ്ങും പിന്നെ വാട്ടർ പ്രൂഫൊക്കെ അടിച്ചിട്ട് നല്ല അടിപൊളി സെറ്റപ്പിൽ ആക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വയ്യാലെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ഉള്ളിയും കിട്ടിയിട്ടുണ്ട്, ചെറിയ ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് വീണ്ടും അതിൽ തന്നെ ഞാൻ വെച്ചു. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ടെറസ് നല്ല അടിപൊളിയാക്കി തരാൻ പോകുന്ന ആൾക്കാർ. പണിക്കാരൊക്കെ വന്നിട്ടുണ്ട്, ജോലിയൊക്കെ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈഡിലോട്ടേക്ക് മാറ്റി വെച്ചു ചെടികളൊക്കെ. എന്നിട്ട് ഒരു ഭാഗം വൃത്തിയാക്കുകയാണ് അവർ. വെള്ളമൊഴിച്ച് നല്ല ക്ലീൻ ചെയ്യാണ്. ഒരാൾ വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ മറ്റേ ആൾ ചൂലുകൊണ്ട് നല്ല അടിച്ച് വൃത്തിയാക്കി പിന്നെ വാട്ടർ പ്രൂഫ് അടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാം. ഇതിൽ ഇടുമ്പോൾ കൂടുതൽ ലെങ്തി ആയി പോവും. അപ്പോൾ ചെടികളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. ഇതിൽ എത്ര ചെടി പോകും എത്ര ചെടി കിട്ടും എന്നൊന്നും അറിയില്ല. പിന്നെ കുറേ ചെടികളൊന്നും ഇല്ല, എല്ലാം പോയി. ഇനി പുതിയതായിട്ട് എല്ലാം റീപോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല പണിയുണ്ട്, ഒന്നൊന്നര പണിയുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ വയ്യാലെ ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവരും തീർച്ചയായും
വീഡിയോസ് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലോങ് വീഡിയോസിന് വ്യൂസ് വളരെ കുറവാണ്. ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ബൈ.